നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഐ ഹാവ് എ ഫാമിലി. എനിക്കൊരു ഭർത്താവുണ്ട്. ഉണ്ടോ? പ്രഭ, വേണ്ട. വേണം. അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയതാരേ. വേണ്ട. ഈ പാട്ടാ നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. പാടണ്ട. ഇത് പാടുമ്പോ എനിക്കെന്തോ ഇഷ്ടം കൂടുന്ന പോലെ. തരളിതയാക്കിയതാരേ അവളെ. പ്രണയിനിയാക്കിയതാരേ. But you're younger to me. So what? I have a daughter. ഞാൻ അവളുടെ അടുത്ത് എന്ത് പറയും? എന്തിനു പറയണം? പ്രഭ, ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒരു തേർഡ് പ്ലേസ് ഉണ്ട്, ഒരു മൂന്നാം ഇടം. ജോലി അല്ലാതെ, ഫാമിലി അല്ലാതെ ഒരിടം. പുരുഷന്മാർക്കായിടം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വൈകിട്ട് ബാറിലോ ക്ലബിലോ ബീച്ചിലോ കൂട്ടുകാരുടെ കൂടെ കൂടാം, സംസാരിക്കാം, കള്ളു കുടിക്കാം. രാത്രി കാറെടുത്തോ ബൈക്കെടുത്തോ സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അസൂയ തോന്നുന്നു നിങ്ങളോട്. ഉത്തരം പറയണ്ട, ചോദ്യങ്ങൾ ചോദിക്കേണ്ട, തീരുമാനങ്ങൾ അറിയിച്ചാൽ മതി. അനുസരിക്കാൻ ആളുകളും. ഇഷ്ടമല്ലേ? ആരെ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടം മാത്രമല്ലല്ലോ ജീവിതം. ശരിയാണ്, എനിക്കും ഇഷ്ടമായിരുന്നു മേഘ ഒരുപാട്. എന്തുണ്ടായി നിങ്ങൾക്കിടയിൽ? ഐ മീൻ ബിറ്റ്വീൻ യു ആൻഡ് മേഘ? ഐ ഡോണ്ട് നോ. കല്യാണം കഴിക്കുന്നവരെ ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു. പക്ഷേ അറിഞ്ഞൊന്നും ശരിയായിരുന്നില്ല എന്നറിഞ്ഞ കല്യാണത്തിന് ശേഷമാണ്. ടു വിൻ എ വുമൻ നിങ്ങൾ ഒരുപാട് കള്ളം പറയുമല്ലേ? ടു വിൻ എ മാൻസ് ലവ് നിങ്ങളും കുറച്ച് കള്ളം പറയില്ലേ? എന്നിട്ട് ഡിവോഴ്സ്ഡ്? 7 മാസമായി. ഇപ്പൊ മേഘ എവിടെയുണ്ട്? ഒറ്റയ്ക്ക് നടക്കുന്നു. ഇടയ്ക്ക് കാണും, ചിരിക്കും. ഷി ഹാസ് എ ന്യൂ ബോയ് ഫ്രണ്ട് നൗ. അവളെ ഞാനും കുറ്റം പറയില്ല, കാരണം ഐ ഡു ഹാവ് എ ഗേൾ ഫ്രണ്ട് നൗ. നോ, ഗേൾഫ്രണ്ട് അല്ല ഞാൻ ആരുടെയും. ലുക്ക്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ ഏജ്. ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായ ഒരാളെ കല്യാണത്തിന് വെച്ച് കാണുക, പരിചയപ്പെടുക, ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയയ്ക്കുക, നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുക, ചാറ്റ്സ്, കോൾസ്, വാട്സാപ്പ്. എനിക്കറിയില്ല, ആദ്യമായിട്ട് ഞാനിങ്ങനെയൊക്കെ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. സത്യമായിട്ട് നുണ പറയരുത്. You're a liar. All men are liars. പ്രഭ, വേണ്ട. എന്താ എടുക്കാത്തെന്ന് ചോദിച്ചാ? കുളിക്കായിരുന്നു എന്ന് പറഞ്ഞാ മതി. തിരിച്ചു വിളിക്കാത്ത എന്താന്ന് ചോദിച്ചാ?
ചാർജ് ചെയ്യാൻ വെച്ചു, സൈലന്റ് ആയിരുന്നു, കണ്ടില്ല. കണ്ടോ, കട്ടായി. ഇനി ഞാൻ എന്താ പറയാ? നുണ പറയാനാണോ പെണ്ണിന് പാട്? ഞാനിപ്പോ 2 പകുതിയായിട്ടാ നിന്റെ മുന്നിലിരിക്കുന്നത്. ഒരു പകുതി നിന്നെ വേണമെന്ന് പറയുന്നു, മറ്റൊരു പകുതി ഇത് വേണ്ടെന്ന് പറയുന്നു. വേണമെന്ന് പറയുന്ന ആ പകുതിയെ എനിക്ക് തന്നൂടെ? വേണ്ടാന്ന് പറയുന്ന പകുതിയോട് ഞാൻ എന്തു പറയണം? പാത്രം കഴുകാനും മുറി തൂക്കാനും പൊടി തുടയ്ക്കാനും പണിയെടുക്കാനും നീയില്ലേ മറ്റൊരാൾ എന്തിനാന്ന് ചോദിക്കുന്നത്. വീട്ടിലേക്ക് പോകാനും പ്രോഗ്രസ് ഒപ്പിടാനും നീ തന്നെയാ നല്ലത് എന്ന് പട്ടം ചാർത്തി തരുന്ന, ഒടുവിൽ ഒരു ദിവസത്തെ നിന്റെ മുഴുവൻ അധ്വാനത്തിൻ്റെയും ഗന്ധത്തിനെ നാറുന്നു എന്ന ഒറ്റ വാക്കിൽ വില പറഞ്ഞ് മാറിക്കിടക്കുന്ന ആ പകുതിയോട് പോവാൻ പറഞ്ഞൂടെ? ആ പകുതിയാണ് എൻ്റെ ജീവിതം. പക്ഷേ 14 വർഷത്തിന് ശേഷം ആ പകുതിക്ക് ഞാൻ അറിയാത്ത മറ്റൊരു പകലും രാത്രിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിലെന്താണ് തെറ്റെന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ എനിക്കും തോന്നി അതിലെന്താണ് തെറ്റ്. അപ്പോ അയാളോടുള്ള പകരം വീട്ടിലാണല്ലേ ഞാൻ? അല്ല, അയാൾ ഇതുവരെ തരാതിരുന്നത് നീ എനിക്ക് തന്നു. എന്ത്? സമയം. സമയം നിന്നെ കാണുമ്പോൾ അത് ചലിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. ഫ്ലാറ്ററി. നോ, സീരിയസ്ലി, നീ എന്ത് സുന്ദരിയാണെന്നറിയോ നിനക്ക്? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയോ അബിക്ക്? When she gets surprises. ഒരു ചെറിയ ചിരി, ചെറിയ സമ്മാനം, ചെറിയ വാക്കുകൾ. ഒടുത്തൊരുങ്ങി വരുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ അവളെ വായി നോക്കുമ്പോൾ, ആൾക്കൂട്ടത്തിൽ അവളുടെ കൈ പിടിക്കുമ്പോൾ, അവൾ അറിയാതെ അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ, പിന്നെ നിലച്ചിരിക്കാതെ ഒരു ഉമ്മ കിട്ടുമ്പോൾ, it's true, I'm in love with you. പക്ഷേ പ്രഭ, നീ നിന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കാത്തത്. ഒരു നിമിഷത്തേക്ക് നമുക്കെല്ലാം മറന്നൂടെ? അപ്പോ ബാക്കിയുള്ള നിമിഷങ്ങളോ? പ്രഭ, we are grown up. Exactly, we are grown up. മായ്ക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്റെ മോൾക്ക് 13 വയസ്സായി. സ്കൂള് വിട്ട് വരുമ്പോ അവളുടെ മുന്നിൽ എനിക്കിത് മായ്ക്കാൻ പറ്റില്ല. പരിചയമില്ലാത്തൊരു മണം എന്റെ ശരീരത്തിൽ പാടില്ല. ഇതിപ്പോ നമ്മൾ രണ്ടുപേർക്കിടയിലെ ശരികളാണ്. എപ്പോഴത് തെറ്റാവുന്നത്? മൂന്നാമതൊരാൾ അറിയുമ്പോ മാത്രം. നമുക്കിത് വേണ്ട. എനിക്ക് വേണം. അബി, I love you. But I don't want to love you. ഒരു തവണ. അബി, ഞാനൊരു പാവമാണ്. വേണ്ട അബി, ആശയുണ്ട്, പക്ഷെ എനിക്കിത് വേണ്ട. പ്ലീസ്. അബി, no. ദേഷ്യമുണ്ടോ? ഇല്ല.
നിങ്ങൾ പെണ്ണുങ്ങൾ മഴ പോലെയാണ്. ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് തോരും. നേടിയ നിമിഷങ്ങളാണ് നേടാത്ത നിമിഷങ്ങളെക്കാൾ സുന്ദരം. അബി, ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ സമ്മതിച്ചേനെ. ആ ഒരു മിനിറ്റിന്റെ സമ്മതം എനിക്ക് വേണ്ട. അതേ വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് ചായ പോലും കുടിക്കണം, ഒരു കട്ടൻ, ഒരു സിഗരറ്റ്. പക്ഷെ ഇവിടുന്നല്ല, പുറത്തുനിന്ന്. വരട്ടെ. മഴയിൽ നനയാ കൊതിയോടെ നിന്നീ പാതയിൽ തണലാഞ്ഞ തിരികെ അണയാ കാത്തിൻ ചെറുപൂവിനുള്ളവും തേങ്ങിയോ. ഹലോ ഹലോ അമ്മ, കുറെ നേരം ഞാൻ വിളിക്കുന്നു. വൈ സ്വിച്ച്ഡ് ഓഫ്? ഇപ്പോ ലഞ്ച് ടൈമാ. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു ഗൗരി കണ്ട സ്ട്രോങ്സ്റ്റ് വുമൺ ആരാണെന്ന്. ഞാൻ പറഞ്ഞു അമ്മയാന്ന്. അപ്പൊ മിസ് ചോദിക്കുവാ വാട്ട് മേക്സ് യു സ്ട്രോങ് എന്ന്. വാട്ട് മേക്സ് യു സ്ട്രോങ് അമ്മ? അമ്മ ഹലോ അമ്മ, ടൈം തീർന്നു, വേഗം പറ. വാട്ട് മേക്സ് യു സ്ട്രോങ്? A woman's strength is her power to say no. What? വേണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ ചിലത് വേണ്ട എന്ന് പറയാനുള്ള ശക്തി. അതാണ് മോളുടെ അമ്മയെ സ്ട്രോങ് ആക്കുന്നത്.